ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. അപ്പോൾ സച്ചി ഒരു പാസഞ്ചറിനെയും കൂട്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സ്ത്രീക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി. ആ പുള്ളിക്കാരി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ആ പുള്ളിക്കാരിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരിയുടെ കുടുംബ പ്രശ്നമാണ്, അതും സഹോദരനോട് മിണ്ടാൻ തൻ്റെ ഭർത്താവ് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, ആ സ്ത്രീയെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ആ സ്ത്രീ ഭയങ്കരമായിട്ട് കരച്ചില്, സഹോദരൻ ഹോസ്പിറ്റലിലാണ്, അപ്പം പോയി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കടമാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി റിലേറ്റ് ചെയ്യുന്നത് സച്ചിയുടെ കാര്യം തന്നെയാണ്. സച്ചി രേവതിയും തമ്മിലുള്ള കാര്യമാണ്. നമ്മുടെ ശരത്തിനോട് മിണ്ടാനോ, ശരത്തിന്റെ ബർത്ത്ഡേക്ക് പോയപ്പോൾ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് സച്ചി. അപ്പൊ രേവതി എത്രമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് സച്ചിക്ക് അതിൽ നിന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ സ്ത്രീ കരഞ്ഞു പറയുകയാണ് കേട്ടോ, കല്യാണം കഴിഞ്ഞ് കുറേ വർഷത്തിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഏട്ടനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ എൻ്റെ ഏട്ടനെ കാണാനായിട്ട്. പക്ഷെ അദ്ദേഹം സമ്മതിക്കില്ല എൻ്റെ ഏട്ടനെ കാണാനായിട്ട്. ഞാൻ എൻ്റെ ഏട്ടനെ ഓർക്കാത്ത ദിവസങ്ങളേ ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല നിങ്ങളുടെ ഏട്ടനും ഭർത്താവും തമ്മിൽ എന്താ പ്രശ്നം? അത് ചെറിയ വിഷയമായിരുന്നു, അത് പിന്നെ വലുതായി. ആര് വിചാരിച്ചാലും അവരുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല. എൻ്റെ ഏട്ടനോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ പൂട്ടിയിട്ട് കഴിയാൻ ഞാൻ അത് അടക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാ എനിക്ക് ഇത്ര സങ്കടം. എൻ്റെ ഏട്ടനെ ഒരു നോക്ക് കാണാൻ എന്ത് കൊതിയാണെന്നറിയാമോ. എൻ്റെ ഏട്ടൻ 4 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. എനിക്കൊന്ന് പോയി കാണാൻ പോലും സാധിക്കുന്നില്ല. ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചപ്പോഴേ എൻ്റെ ഭർത്താവ് എന്നോട് പോവരുതെന്ന് പറഞ്ഞു. അല്ല, എന്നിട്ടിപ്പം നിങ്ങൾ ഏട്ടനെ കാണാൻ പോവാണോ? ഭർത്താവിന്റെ മനസ്സ് മാറി പോയി കണ്ടോളൂ എന്ന് പറഞ്ഞോ? ഹേയ്, അവരുടെ മനസ്സൊന്നും മാറത്തില്ല. ഞാൻ എത്രയോ തവണ കെഞ്ചി ചോദിച്ചു ഒന്ന് പൊക്കോട്ടെ എന്ന്, പക്ഷേ വിട്ടില്ല. ഞാൻ എൻ്റെ ഏട്ടനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എൻ്റെ ഏട്ടനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ നെഞ്ചിൽ കുറ്റബോധം കാണുമല്ലോ. എനിക്ക് എൻ്റെ ഏട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവ് അറിയാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അല്ല, നിങ്ങളുടെ ഭർത്താവ് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവില്ലേ? അവർ വഴക്ക് പറയില്ലേ? പ്രശ്നമാവുകയാണെങ്കിൽ അങ്ങ് ആവട്ടെ. എത്ര നാള് ഇങ്ങനെ ഭയന്ന് ജീവിക്കും? ഒരു പരിധിയില്ലേ എല്ലാത്തിനും. അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ എൻ്റെ ഏട്ടനെ കാണുന്നത്. എനിക്ക് എൻ്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഭർത്താവിനെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് തന്നെ കാണുന്നുണ്ടല്ലോ, സ്നേഹിക്കുന്നുണ്ടല്ലോ. എനിക്കിനി എൻ്റെ ഏട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. ഏട്ടനും ഭർത്താവിനും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നത് ഞാനാ. പെണ്ണായി പിറന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. ഒരാണായിട്ട് പിറക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അനുഭവിക്കില്ലായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും രേവതി പറഞ്ഞ കാര്യം ഓർക്കാണ് കേട്ടോ. സച്ചി പറഞ്ഞായിരുന്നല്ലോ, പെണ്ണായി പിറക്കണ്ടായിരുന്നു. പെണ്ണായി പിറന്നത് കൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്. പെണ്ണായി പിറക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞിങ്ങനെ ആ ഒരു ഡയലോഗൊക്കെ ഇങ്ങനെ വീണ്ടും നമ്മുടെ സച്ചി റിവൈൻഡ് ചെയ്ത് ആലോചിക്കുക. അപ്പോഴത്തേക്കും ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ തീരുമാനമില്ലാന്ന് ഭർത്താക്കൾ തീരുമാനിച്ച പിന്നെ എന്താ ചെയ്യുന്നത്? അവര് പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ മോശം സ്ത്രീയാണെന്ന് പറയും. കഴുത്തിൽ താലി കെട്ടിയ സ്വന്തം അച്ഛനെ അമ്മയും സഹോദരിയൊക്കെ ഉപേക്ഷിക്കണോ? കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ അതാണോ ചെയ്യേണ്ടത്? ഏട്ടനൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതെ, ഏട്ടൻ കല്യാണം കഴിച്ചതാണോ? അതെ, ഞാൻ കല്യാണം കഴിച്ചതാ. അല്ല, നിങ്ങളുടെ ഭാര്യ ഭാഗ്യവതി തന്നെയാ. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ആളാന്ന് എനിക്ക് ഇത് കേട്ടപ്പം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങള് നല്ലൊരു ഭർത്താവ് തന്നെയാ. പക്ഷെ ഞാനോ, എൻ്റെ ഭർത്താവിനും എൻ്റെ ഏട്ടനൊക്കെ ഇടയിൽ കിടന്ന് ഞാൻ അനുഭവിക്കുക. എൻ്റെ സഹോദരങ്ങളെയോ എൻ്റെ ബന്ധുക്കളെയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആണുങ്ങൾ അവരുടെ വീട്ടിൽ അവരുടെ കുടുംബത്തോടൊപ്പം എപ്പോഴും താമസിക്കുന്നത്. സ്വന്തം വീട് വിട്ട് കുടുംബത്തെ വിട്ട് മറ്റൊരു വീട്ടിൽ താമസിക്കാൻ വിധിക്കപ്പെട്ടവരാ പെണ്ണുങ്ങള്. എന്ത് ചെയ്യാനാ? അവരുടെ വിഷമം ആണുങ്ങൾ പലപ്പോഴും മനസ്സിലാക്കണമെന്നില്ല. അവര് മനസ്സിലാക്കാൻ ശ്രമിക്കാറുമില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്ന ചെടിയുടെ വേദന അറിയാലോ. ആ ചെടി ഒരുപാട് താമസിക്കും. പിന്നെ അത് പുഷ്പിക്കണമെങ്കിലേ അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ കിട്ടേണ്ടി വരും. അത് വേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് വാടി കരിഞ്ഞു പോകും. അതാ ഇപ്പൊ എൻ്റെ അവസ്ഥ. എന്നിട്ട് ഭയങ്കര കരച്ചിൽ കേട്ടോ.
അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയാ, മേഡം കരയാതിരിക്കും മേഡം, മേഡം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ല, മേഡം കരയാതെ എന്ന്. പക്ഷെ ആ സ്ത്രീ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിൽ. നമ്മുടെ സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കാണ്. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചി ടാക്സി സ്റ്റാൻഡിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം സച്ചി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നമ്മുടെ സച്ചിയുടെ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കൂട്ടുകാരന്റെ പേര് മറന്നുപോയി. പുള്ളിക്കാരൻ മെലിഞ്ഞൊരു കൂട്ടുകാരനുണ്ടല്ലോ, അങ്ങ് നാട്ടിൽ നിന്ന് വന്ന കൂട്ടുകാരൻ, പുള്ളിക്കാരനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സച്ചി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്തോ ഒരു സംശയം. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, എന്താടാ സച്ചി, നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? കുറെ സമയമായല്ലോ നീ ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, രേവതിയായിട്ട് പിണങ്ങിയോ? ചെറിയൊരു പിണക്കം. പിന്നെ ആ കുട്ടി പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ, ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. എന്റെ മനസ്സിൽ നിന്നേ അതങ്ങ് പോകുന്നില്ല. അതിങ്ങനെ കയറി തളം കെട്ടി കിടക്കുക. ഏത് കുട്ടി? അത് നേരത്തെ ഞാനൊരു കുട്ടീനെ കൊണ്ട് ഒരു ട്രിപ്പ് പോയിരുന്നു. അവള് പറഞ്ഞതേ എന്റെ നെഞ്ചിൽ കയറി കൊണ്ടു. അതെന്റെ മനസ്സിൽ കിടക്കുക. രേവതി ഇന്നലെ പറഞ്ഞതും ആ കുട്ടി പറഞ്ഞതും ഏകദേശം ഒന്നു തന്നെയാടാ. പാവൻ രേവതി, അവൾ എന്ത് ചെയ്യാനാ സച്ചി? അവക്ക് അനിയന് വേണം, നീയും വേണം. പാവം രേവതിയുടെ ഒരു അവസ്ഥയെ. നീയും അവനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവക്ക് അവളുടെ അനിയനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതവളുടെ ചോരയല്ലേടാ, അവരൊരു ചോരയല്ലേ. നിന്നോട് ഉള്ളതിനേക്കാൾ സ്നേഹം അവളോട് അവക്ക് അനിയനോടാണെന്ന് നീ ഇന്നലെ പറഞ്ഞില്ലേ? അവള് നീ മനസ്സിലാക്കിയതുപോലെ ആരും അവളെ മനസ്സിലാക്കിയിട്ടില്ല. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കി സച്ചി. എന്നിട്ട് നീ എന്തിനാടാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഈ വിഷയത്തില് ഞാൻ രേവതിയുടെ ഭാഗത്താണ്. പിന്നെ അത് വിട്, പിണക്കൊക്കെ മാറുന്ന നീ അവളോടൊന്ന് സംസാരിക്കുക. അത് പിന്നെ എടാ ഞാന് അവള് പറഞ്ഞത് കേൾക്കാതെ പോയത് കൊണ്ടല്ലേ മിണ്ടാതിരിക്കുന്നത്. നീ അത് വിട്, നിന്റെ അനിയൻ ശരിയല്ല, നീ അവനോട് സംസാരിക്കരുത്, ബർത്ത്ഡേ ഫംഗ്ഷന് പോകരുതെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പം നിന്റെ ഏട്ടൻ എന്താ, ശരിയാണോ? ഏ എടാ, നീ ഒരു കാര്യം ചിന്തിക്ക. നിന്റെ ഏട്ടനെ രേവതിനെ വിവാഹ മണ്ഡലത്തിൽ നിർത്തിയിട്ട് ഓടിപ്പോയതാ. അതവളെ എത്ര തവണ വിഷമിച്ചിട്ടുണ്ടാകും. നീ അതൊന്ന് ചിന്തിച്ച്. അവള് നിന്നോട് നിന്റെ ഏട്ടനോട് സംസാരിക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ സുധിയുടെ കാര്യം ഞാൻ ഈ പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ അച്ഛന്റെ ക്യാഷും എടുത്തോണ്ട് ഓടിയവനല്ലേ നിന്റെ ഏട്ടന്. രേവതിയുടെ അനിയനേക്കാളും വിളഞ്ഞ വിത്ത നിന്റെ ഏട്ടന്. പിന്നെ നിന്റെ ഏട്ടന്റെ കല്യാണത്തിന് നീ പോകണ്ടെന്ന് രേവതി നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. സഹകരിക്കാനല്ലേ പറയുന്നത്. അന്ന് അവിടെ മുഴുവൻ ഓടിച്ചാടി നടന്ന് രേവതിയും എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് നിന്റെ അച്ഛമ്മ എന്നോട് പറഞ്ഞായിരുന്നു. എന്നിട്ടാണോടാ നീ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത്? സുധി ഷോറൂം തുടങ്ങാൻ കാരണം ആരാ? നീയല്ലേ ആ കട കണ്ടെത്തി ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ മുഴുവൻ എടുത്തു കൊടുത്തത്. അങ്ങനെ സഹായിക്കേണ്ടെന്ന് നിന്നോട് എപ്പോഴെങ്കിലും രേവതി പറഞ്ഞിട്ടുണ്ടോടാ? ഇല്ലല്ലോ. നിന്റെ സഹോദരനെ ചേർത്ത് പിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. നിന്റെ ഏട്ടൻ അവളുടെ ആഭരണങ്ങൾ എടുത്ത് വിറ്റു. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി? ഇനി മേലാൽ നിന്റെ ഏട്ടനുമായിട്ടൊരു ബന്ധവും വേണ്ട എന്ന് രേവതി നിന്നോട് പറഞ്ഞായിരുന്നോ? നിന്റെ അമ്മ എന്തൊക്കെയാ അവളെ പറയുന്നത്? കൊല്ലാക്കൊല ചെയ്യ. അതൊക്കെ കേട്ട് ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് സഹിച്ചു നിൽക്കത്തില്ല. പക്ഷേ പാവ രേവതി അതൊക്കെ കേട്ട് സഹിച്ചു നിപ്പുണ്ട്. അവൾ നിന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പരാതി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നുമല്ല. അമ്മയോട് മിണ്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താടാ സച്ചി, നിനക്കൊരു നിയമം അവക്കൊരു നിയമം, അതെങ്ങനെ ശരിയാകും? അതൊന്നും പാടില്ലടാ. രണ്ടുപേർക്കും തുല്യ അവകാശമായിരിക്കണം ദാമ്പത്യ ജീവിതത്തില്. നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം കെട്ട് നടക്കുന്നുണ്ട്. എന്നിട്ടും അവൾ ഒരു പരിഭവവും പരാതിയില്ലാതെ നിന്നോടൊപ്പം നിൽക്കുന്നില്ലേ? എന്തെങ്കിലും പരാതിയും പരിഭവവും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവളുടെ അനിയനോട് സംസാരിക്കരുത്, അവളോട് കാണരുതെന്നൊക്കെ പറയാൻ നീ ആരാ? നിനക്കത് പറയാനുള്ള എന്ത് അവകാശമാ ഉള്ളത്? ഭർത്താവ് വരച്ച വരയില് ഭാര്യ നിൽക്കണം. ഭർത്താവ് പറയുന്ന എന്തും അനുസരിക്കേണ്ടവളാണ് ഭാര്യ. അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇതൊക്കെ വെറും തെറ്റാണ് സച്ചി. ഇതൊക്കെ പണ്ടത്തെ നിയമമാ. അയ്യോ, എന്താ നീ പറയുന്നത്? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുവോ? നീ ചിന്തിച്ചു. അല്ല, രേവതിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. നിന്റെ അച്ഛനായിട്ടല്ല, മരുമകളായിട്ടല്ല, സ്വന്തം മകളെ പോലെയാ കാണുന്നത്. അത് ആ കുട്ടി പറഞ്ഞതും നീ പറഞ്ഞതും ഒക്കെ ശരിയാ. എനിക്ക് തോന്നുന്നു ഞാന് ഇതൊന്നും നേരത്തെ ചിന്തിച്ചില്ലല്ലോടാ. അതാ നിന്റെ കുഴപ്പം. മുന്നും പിന്നും നോക്കാതെയാ നീ ഓരോ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നോക്ക് സച്ചി, നോക്ക്, നല്ലൊരു ഭാര്യ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അവള് വന്നതിന് ശേഷം നീ ആളാകെ മാറി. അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ നിനക്ക് 2 കാറുണ്ട്, അറിയാലോ. 2 കാറിന്റെ ഓണറാ നീ. ആ വീടിന്റെ മണ്ടയിൽ ഒരു മുറി കെട്ടാൻ പോവാ. ഇതെല്ലാം ആര് കാരണാ? അവള് കാരണല്ലേ. നീയും ശരത്തും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് ചുമ്മാ രേവതി വലിച്ച് ഇടലിലൂട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ശരത്ത് ചെയ്ത തെറ്റ് നീ അവളോട് പറയാതിരിക്കുന്നത്
എന്താ അവള് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ? എല്ലായ്പ്പോഴും നീ അങ്ങനെ ചിന്തിക്ക് സച്ചി. അവള് വിഷമിക്കരുത്. അവള് വിഷമിക്കുന്ന രീതിയിൽ നീ പെരുമാറാതിരിക്കുക. അവള് നിന്റെ ദേവതയാ, അവള് നിന്റെ ഭാഗ്യമാ. ദേ ഈ ഒരു ചെറിയ കാരണത്താല് നീ അവളോട് ദേഷ്യപ്പെട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. അത് അവൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ശരിയാടാ, ശരിയാടാ നീ പറഞ്ഞത്. ആ ഓട്ടക്കാരൻ എന്തൊക്കെ കാണിച്ചു? ഇന്നേ വരെ അവനോട് സംസാരിക്കരുതെന്നോ അവന് വേണ്ടി നല്ലത് ചെയ്യരുതെന്നോ അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അവളോട് അമ്മ പോരുണ്ടാക്കാത്ത ദിവസമില്ല. എന്നിൽ നിന്ന് പോലും അവള് അതെല്ലാം മറച്ചു വെക്കത്തേ ഉള്ളൂ. ഒരു പരാതിയും എന്നോട് അവള് പറയാറില്ല. എന്നാല് ഞാൻ അവളോട് ചെയ്തത് വലിയ ക്രൂരതയായി പോയല്ലേ? ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. ഇന്നലെ നീ അവളോട് പറഞ്ഞത് മുഴുവൻ തിരിച്ചെടുത്തിട്ട് വേണം നീ ഇന്ന് വീട്ടിലേക്ക് പോകാനായിട്ട്. അത് നല്ല സച്ചിയായിട്ട്. ആ പാവത്തിന് വിഷമിപ്പിക്കാതടാ. അവൾക്ക് വേറെ ആരുമില്ലല്ലോ, നീ മാത്രമല്ലേ ഉള്ളൂ. നീ അതൊന്ന് ചിന്തിക്കുക. ഇതെല്ലാം കൂടെ കേട്ടപ്പോ നമ്മുടെ സച്ചിക്ക് വലിയൊരു കുറ്റബോധം തോന്നുകയാണ് കേട്ടോ. ശരിയാണ് എല്ലാരും പറയുന്നത്. നമ്മുടെ രേവതിനെ വല്ലാണ്ട് അങ്ങ് സച്ചി വേദനിപ്പിക്കുന്നുണ്ട്, ഒരു ന്യായവും ഇല്ലാത്ത കാര്യത്തിന്. അപ്പൊ സച്ചി അത് ഇങ്ങനെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്തൊക്കെയോ ചിന്തിച്ചോണ്ടേ. ഇത് കഴിഞ്ഞപ്പോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രോദയാണ്. അപ്പം വർഷ ഡൈനിങ് റൂമിലേക്ക് വന്നിട്ട്, ആഹാ എന്താ മണം, നല്ല മണം. ഇത് എവിടുന്നാ ഈ മണം വരുന്നത്? എവിടുന്നോ നല്ല മണം വരുന്നുണ്ടല്ലോ. ഇതാരാ പായസം ഉണ്ടാക്കിയത്? ഇതേ നല്ല മണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട്, ശരിയുള്ള പായസത്തിന്റെ മണമാണല്ലോ. അല്ല ആന്റി, ഇവിടുത്തെ അടുക്കളയെന്നാ മണം വരുന്നത്. ഞാൻ ഇവിടെ പായസം വെക്കാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ പായസം വെച്ചത്? ഓ, ആന്റിയുടെ ഓർഡർ അനുസരിച്ചാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പായസം കൊണ്ട് ഇങ്ങനെ വരുവാണ്. പായസമല്ല, ഒരു ചട്ടിയും കൊണ്ട് ഇങ്ങനെ വരിക. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ആഹാ പായസം റെഡിയായല്ലോ അല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, പായസോ? ഞാനോ പായസം ഒന്നും വെച്ചില്ല. വെറുതെ നുണ പറയല്ലേ. ദേ ഇവിടെ മാത്രല്ല, ഈ റോഡ് മുഴുവനും പായസത്തിന്റെ മണം പരന്നു കഴിഞ്ഞു. എന്താ പായസം ഉണ്ടാക്കാൻ കാരണം? അത് വിശേഷ ദിവസം മാത്രമേ പായസം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷേ? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല ആരാടി നിന്നോട് പറഞ്ഞത് ഇവിടെ പായസം ഉണ്ടാക്കാനായിട്ട്? ഞാന്. അപ്പോഴത്തേക്കും വർഷ ഒരു ചിരി. വർഷ ചിരിച്ചിട്ട് പറഞ്ഞു, ഇതാണ് രേവതി ചേച്ചി നല്ല മറുപടി. അയ്യോ എന്റെ പൊന്ന ആന്റി, ഇതുപോലെ എന്നെ ചിരിപ്പിക്കാതെ. അല്ല എന്താ ഇന്ന് പായസം ഉണ്ടാക്കാൻ കാരണം എന്ന് വീണ്ടും ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ സച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്നേ സേമിയ പായസം. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഓ നിന്റെ ഭർത്താവിനെ സോപ്പിട്ട് മയക്കാനായിരിക്കും, വഴക്ക് മാറാനായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പം, അതും കൊണ്ടൊന്നും അല്ല, ഞാൻ ഇവിടെ എല്ലാവർക്കും വേണ്ടിയാ ഇന്ന് പായസം ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല നീ ഇന്നിവിടെ വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കിയോ? അത് പിന്നെ സമയമായില്ലല്ലോ, പിന്നെ എന്നത്തിന് ഞാൻ ഇപ്പോഴേ ഫുഡ് ഉണ്ടാക്കുന്നതോ? ഓ സമയമായില്ലെന്നോ? ദേ ആദ്യം വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് ചെയ്തിട്ട് പോരെ കെട്ടിയവന് ഇഷ്ടപ്പെട്ട പായസമൊക്കെ ഉണ്ടാക്കല്. എല്ലാ കാര്യമൊക്കെ ലേറ്റാ. ഞാനൊക്കെ സമയത്തിന് ഭക്ഷണം കഴിച്ച് ശീലിച്ച് ആളാ. അവിടെ നിന്ന് ഇവിടെ നിന്ന് നേരവും നോക്കാതെ വാരി വലിച്ച് തിന്നുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, ആന്റി ചേച്ചി ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ രേവതി ചേച്ചിനെ വഴക്ക് പറയുന്നത്? ദേ ആന്റിക്ക് ഫുഡ് പെട്ടെന്ന് വേണമെങ്കിൽ ആന്റിക്ക് പോയി ഉണ്ടാക്കി കഴിച്ചൂടെ? ആന്റിക്ക് ദൈവം 2 കൈ തന്നിട്ടുണ്ടല്ലോ. ദേ വർഷേ, നീ ഇതിന് എല്ലാ കാര്യത്തിലും രേവതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ചേച്ചി എന്ത് പറഞ്ഞാലും ആന്റി കുറ്റം പറയും. ചേച്ചിയുടെ ഭാഗത്ത് ഞാൻ ഒരു തെറ്റും കണ്ടില്ല, ഒരു കുറ്റവും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഓ, അപ്പം ഞാനാണോ ഇപ്പൊ തെറ്റുകാരി? അതെ, ചേച്ചി തന്നെ ഇപ്പോഴത്തെ തെറ്റുകാരി ചേച്ചി തന്നെ. അല്ല ഒരു കാര്യം അല്ല, ചേച്ചിയല്ല ആന്റി തന്നെ ഇപ്പോഴത്തെ തെറ്റുകാരി. എന്നാ പിന്നെ രേവതി ചേച്ചി ഇതൊന്നും കേൾക്കണ്ട, പായസം വിളമ്പ് എന്ന് പറയാണ്. ഈ ഒരു സമയത്ത് ശ്രുതിയും കൂടെ വന്നിട്ട്, പായസത്തിന്റെ മണം, ഓ നല്ല സ്മെല്ല്. അപ്പൊ ശ്രുതി പറഞ്ഞു, ഞാൻ ക്ഷീണിതനായിരുന്നു, പായസത്തിന്റെ സ്മെല്ല് എന്റെ മൂക്കിലടിച്ചതോടെ ഞാനങ്ങ് ഉഷാറായി അമ്മേ. എന്താ നല്ല സ്മെല്ല്, ഫാന്റാസ്റ്റിക്. അത് കാണുമ്പോഴും പറയുമ്പോഴും തന്നെ, വെള്ളം വരുന്നത് കണ്ടോ, നന്നായിട്ട് വെള്ളം വരുക. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് മാറി ഇങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മ ഉണ്ടാക്കിയ പായസം അത് അമ്മയുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് വിളമ്പിത്താ. അയ്യോ അത് കഴിച്ചിട്ട് ഞാനിന്ന് മുറിയിലേക്ക് കയറുന്നുള്ളൂ, കൊതിയാകുമോ എനിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ശ്രുതി ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്ന കോമഡി കേട്ടോ, ഭയങ്കര കോമഡിയാ. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കുറെ ആയി, ആന്റി കുക്ക് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല, എന്നിട്ട് ആന്റി പായസം ഉണ്ടാക്കിയത് പോലും ഇത് വല്ലാത്ത കോമഡി ആയി പോയിട്ടോ എന്ന് പറഞ്ഞു ഭയങ്കര ചിരി നമ്മുടെ വർഷ കേട്ടോ. ഈ ഒരു സമയത്ത് വർഷ പിന്നെ പറഞ്ഞു, രേവതി ചേച്ചി ആയിട്ടോ പായസം ഉണ്ടാക്കിയത്, അല്ലാതെ ആന്റി ഒന്നും അല്ല. ആന്റി പായസം ഉണ്ടാക്കിയ സത്യമായിട്ട് കാക്കമൽ എന്ന് പറക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അതൊന്നും നോക്കുന്നില്ല കേട്ടോ. ശ്രുതി അതൊന്നും നോക്കാതെ, വേഗം പായസം കഴിച്ചില്ല
കഴിച്ചില്ലെങ്കിൽ ചൂട് പോകും, ചൂട് പോയാലേ പായസം കൊള്ളത്തില്ല. പിന്നെ അച്ഛന് ഷുഗറാ, പിന്നെ ശ്രീകാന്തിന് പായസം ഇഷ്ടമല്ല. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ആര് പറഞ്ഞു ഷുഗർ ആണെന്ന്, എനിക്ക് പായസം വേണം. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ടേ ഒത്തിരി കഴിക്കൊന്നും വേണ്ട. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞു, കുറച്ച് പായസം കുടിച്ചെന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നേ, സേമിയ പായസം അല്ലേ, ഞാൻ കുറച്ച് തരാം, കുറച്ച് ഞാൻ ഉണ്ടാക്കി, അത് അച്ഛൻ കുറച്ച് കുടിച്ചു, അത് പ്രശ്നമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ സമയത്ത് നമ്മൾ ശ്രീകാന്ത് പറഞ്ഞിട്ട് നല്ല സ്മെല്ല്, അല്ലെ അടുത്ത് ഇതിൽ എന്തൊക്കെയാ ചേർത്തത് എന്ന് ശ്രീകാന്ത് ആട്ടോ ചോദിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓ പിന്നെ പായസത്തിന് എല്ലാവരും ഇടുന്ന സാധനം തന്നെ ഇവളും ഇട്ടത്, ചുമ്മാ പുകഴ്ത്തി അങ്ങ് പൊക്കാതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, പൊക്കും രേവതി ചേച്ചിനെ അങ്ങ് കൊടുമുടി കയറ്റി വെക്കും, അതുപോലെ രേവതി ചേച്ചിയുടെ കൈപ്പുണ്ട്, പിന്നെ എങ്ങനെയാ രേവതി ചേച്ചിനെ പൊക്കാതിരിക്കുന്നേ, നല്ല സൂപ്പർ പായസാട്ടോ, വാവ് എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞ് മാറി മാറി എല്ലാവരും പായസം കുടിക്കാം. നമ്മുടെ സച്ചി അവിടെ ഇല്ലാട്ടോ, ശ്രീകാന്തും രവീന്ദ്രനും സുധിയും ശ്രുതിയും നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ വർഷയും എല്ലാവരും ഉണ്ട്. എല്ലാവരും പായസം കുടിച്ചിട്ട്, ഓ സൂപ്പർ അടിപൊളി പായസം വെച്ചി, ഞാൻ ഇതുവരെ ഇത്രയും ടേസ്റ്റുള്ള പായസം കുടിച്ചിട്ടില്ല, അയ്യോ എന്താ ടേസ്റ്റ്, ഓ നല്ല ടേസ്റ്റ്, നാവില് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങ് തലയിലേക്ക് ചെല്ലുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയല്ലേ രവീന്ദ്രൻ പറഞ്ഞു, രേവതി മോൾ എന്തുണ്ടാക്കിയാലേ സൂപ്പർ അല്ലാത്തത്, അവൾ ഉണ്ടാക്കിയാൽ എന്തും സൂപ്പർ അല്ലേ, നല്ല സൂപ്പറാ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അതെ ശ്രുതി, ഇതിനെന്തോ ഒരു പുളിരസമില്ലേ, എടി നീ പാലിന് പകരം മോരാണ് ഇവിടെ ഒഴിച്ചത് എന്ന് നമ്മുടെ ചന്ദ്ര ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി നല്ല ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് മുഖത്തിന്റെ ഭാവമൊക്കെ മാറ്റി കേട്ടോ, ടേസ്റ്റ് ഇല്ലാത്തതുപോലെ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അല്ല ചന്ദ്രയല്ല രവീന്ദ്രൻ പറഞ്ഞു, പുളിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ, നീ കുടിക്കണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, രേവതി ചേച്ചിയുടെ കുക്കിംഗ് അപ്രിഷിയേറ്റ് ചെയ്യാൻ മടിയായിട്ടല്ലേ ആന്റി ഇതൊക്കെ പറയുന്നത്, ചുമ്മാ ഓരോന്നും പറയാതെ, അടിപൊളി പായസം ഇത്, അടിപൊളി പായസം, ദേ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പായസം ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സുധിയും പറഞ്ഞു, ഞാനും കുടിച്ചിട്ടില്ല. അപ്പം ചന്ദ്ര, കെട്ടിയോന്റെ പിണക്കം മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അവനൊരു തുള്ളി പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്ന് മനസ്സിൽ കേട്ടോ. കാരണം നമ്മുടെ സച്ചിക്ക് പായസം കൊടുക്കാത്തതിന്റെ പേരില് ഇന്ന് നമ്മുടെ സച്ചി രേവതിനെ ഇട്ട് പൊരിക്കൂല്ലോ, അപ്പൊ ഇന്നലെ ഒന്ന് പൊരിച്ചല്ലോ, ഇന്നും പൊരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ വർഷയോട് ചോദിച്ചു രേവതി, ഇനിയും പായസം വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പിന്നെ വേണ്ടേ, ഞാൻ എടുത്ത് കഴിച്ചോളാം, ചേച്ചി വിളമ്പി ഒന്നും തരണ്ടെന്ന് പറഞ്ഞ് വർഷയും പായസം എടുത്ത് കഴിക്കുകയാണ്. ഏതായാലും അങ്ങനെ ചന്ദ്ര വിചാരിച്ച പോലെ തന്നെ ചന്ദ്ര എന്ത് ചെയ്യുന്നു, പായസം കോരി ശ്രുതിക്ക് കൊടുക്കുന്നു, ഫുള്ളും തീർക്കാൻ വേണ്ടി അവിടെ മത്സരമാണ് കേട്ടോ. ചന്ദ്ര വീണ്ടും കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ രേവതി നോക്കുന്നുണ്ട് കേട്ടോ, ഇത് എങ്ങോട്ടായി പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്ര ഇത്, നീ ഇതിങ്ങനെ പായസം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെ വല്ല ഹോസ്പിറ്റലിൽ പോയി കിടക്കണം വരും ചന്ദ്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ ഹോസ്പിറ്റലിൽ പോയി കിടന്നാലേ ഞാനിങ്ങ് പോയി കിടന്നോളാം എന്ന് പറയാ. ഏറ്റവും ലാസ്റ്റ് ആ ഉരുളിക്കകത്തുണ്ടായിരുന്ന എല്ലാം കൂടെ വടിച്ച് നമ്മുടെ ശ്രുതിയും കൂടെ എടുത്ത് കുടിച്ച് തീർത്തു കേട്ടോ. എന്നിട്ട് സ്പൂൺ ഇല്ലാഞ്ഞിട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ വടിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കൈയും കൊണ്ട് വരെ വടിച്ച് ക്ലാസ് മുഴുവൻ നക്കി തുടച്ച നമ്മുടെ ശ്രുതിയും ചന്ദ്രയും ഒക്കെ വെക്കുന്നത്. അങ്ങനെ കുടിച്ചൊക്കെ കഴിഞ്ഞ് ഏമ്പക്കവും ഇട്ടിട്ട് എല്ലാവരുടെയും വഴിക്ക് പോയി. നമ്മുടെ സച്ചിയല്ല രേവതി ഇങ്ങനെ നിൽക്കുക, സച്ചിക്ക് വായിസോ ഇല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്, അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാട്ടോ. പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത്, ഈ ചാനലിനകത്ത് തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മൾ കുർത്തീസും കോഡ് സെറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോസിലും. അപ്പൊ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്നെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. പിന്നെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മുടെ അലീനയുടെ കഥയുടെ അപ്കമിങ് വിശേഷങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. റിയൽ സ്റ്റോറി എന്ന് പറയുന്ന വേറൊരു ചാനലിൽ ഫുൾ വിശേഷവും ഇടുന്നുണ്ട്. അപ്പൊ അതോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ടാറ്റാ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.